Hi friends, welcome back to my channel. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. തുടർന്നുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗും അതുപോലെ ഇഫ്താർ വ്ളോഗും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലൊരു കേക്ക് ഡെലിവറി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ തലേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ആനിവേഴ്സറി കേക്കാണ്. ഇത് 7 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്കിന് ചെയ്തിട്ടുള്ളത്. ഇത് അന്നത്തെ ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് മഗ്‌രിബിക്ക് ശേഷം നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സാവകാശം കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വൈകിട്ട് തന്നെയാണ് കേക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യണത്. പിന്നെ കുറച്ച് ഇരുട്ടായി വന്നിട്ടുണ്ടായിരുന്നു, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് വെക്കുമ്പോൾ യെല്ലോ കളറാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടുതലൊരു ഭംഗി തോന്നിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സിനെ മാറ്റിയിട്ട് റെഡ് കളർ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ഒരു ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എഡിബിളായിട്ടുള്ള ഡ്രിപ്പ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഗോൾഡൻ കളറും സിൽവർ കളറും അതുപോലെ വൈറ്റ് കളറ്, പേൾഡ് വൈറ്റ്, അങ്ങനെ പല കളേഴ്സിലും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഈ ഒരു ഡ്രിപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിയ സൈസിലുള്ള ബീഡ്സാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിത് പെട്ടെന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നമുക്ക് കസ്റ്റമറിന് വിട്ടു കൊടുക്കണം. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഓർഡർ തന്ന ആൾ നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഈ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോക്ക് ക്ലാരിറ്റി കുറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ ഫോട്ടോ എടുത്ത് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ സാവകാശം കേക്ക് ഡെലിവറി ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ചോക്ലേറ്റിൻ്റെ ബോക്സും അതിൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ കൂടെ ചോക്ലേറ്റും കൂടി ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോക്ലേറ്റ് അവരൊരു റേറ്റ് പറയും, അതിനനുസരിച്ചിട്ടുള്ള ചോക്ലേറ്റ് വാങ്ങിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് കേക്ക് ഐറ്റംസ് ഒക്കെ കണ്ടു. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ചറിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ചോക്ലേറ്റൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കൊടുക്കുന്നത് തിരൂര് തലക്കെടുത്തൂർ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആയി കൊടുക്കണതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ലൊക്കേഷൻ വീട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തരാൻ ഒരു മടി ഉണ്ടായിരുന്നു. കാരണം ഇത് അവരറിയാത്ത ഓർഡർ ആയതുകൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ ആ കേക്ക് കൊടുത്തു. പിന്നെ പിറ്റേ ദിവസമാണ് ഈ ഒരു വർക്ക് ചെയ്യണത്. അപ്പോൾ അന്ന് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് നാത്തൂനും അതുപോലെ നാത്തൂൻ്റെ അളിയനെയും എല്ലാവരും കൂടി ഒന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഇഫ്താർ പാർട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക് ഓരോന്ന് ഈ കേക്കിൻ്റെ വർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. രാവിലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ജോലികളുണ്ടായിരിക്കുമല്ലോ അന്നത്തെ ദിവസം. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതും 7 ഇഞ്ച് സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കിനെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയറിലായിട്ട് കുറച്ച് ഗണേഷ് ബാക്കി ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലെയറിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു കേക്കിനെ ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആയതിൻ്റെ ശേഷം ഞാനിവിടെ എടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ ക്രീം വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗാർഡൻ ഗ്രീനാണ് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്ന് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻറ്റ് വർക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇതിന് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗണേഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗണേഷ് മുകളിൽ ഫുള്ള് കവർ ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് ഡ്രിപ്പായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്.
പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻറ്റിൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഷോർട്സ് ആണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ സിൽവർ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേക്കും വൈകിട്ട് കൊടുക്കാനുള്ള കാരണം എല്ലാം സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെലിവറി ചെയ്യണതിൻ്റെ മുന്നായിട്ട് ഈ ഒരു കേക്കിലേക്ക് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കാർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ചെയ്യുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പാക്ക് ചെയ്യാണ്. അപ്പോൾ മുന്നത്തെ വ്ളോഗിലൊക്കെ എല്ലാവരും പറയാറുണ്ടായിരുന്നു പാക്കിംഗ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ചില സമയങ്ങളിൽ സാവകാശം ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ മിസ്സായി പോട്ടെ, ആ ഒരു കാര്യം ഓർമ്മ ഉണ്ടായിരിക്കില്ല. അതങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ കൂടുതലായിട്ട്. പിന്നെ ഇതൊക്കെ നോർമൽ പാക്കിംഗ് ആണല്ലോ നമ്മൾ ചെയ്യണത്. ഈ ടയർ കേക്ക് ബോക്സൊക്കെ പാക്ക് ചെയ്യണതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ആവശ്യമായിട്ട് വരിക. അപ്പോൾ ആ സമയങ്ങളിൽ മറന്നു പോകും പാക്കിങ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ചെയ്യണ കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്സിനുള്ള ഫില്ലിങ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ പത്തിരി ചൂടുകയാണ്. അപ്പോൾ ഇത് മൂത്തശ്ശിയാണ് കേട്ടോ പത്തിരി ചൂടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് പുറത്തൊരു ചെറിയ ഒരു അടുപ്പുണ്ട്, അവിടെ വെച്ചിട്ട് പത്തിരി ചൂടും. അതുപോലെ ഉമ്മ പ്രായമുള്ളതാണ്, അപ്പോൾ ഉമ്മക്ക് വെള്ളം ചൂടാക്കാൻ കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പുറത്തടുപ്പത്ത് ചെയ്യാറുള്ളൂ കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാ കുക്കിങ്ങും എന്ന് പറഞ്ഞ പോലെ ഇവിടെ പുറത്തടുപ്പത്ത് തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളെല്ലാം അകത്തേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തടുപ്പത്തേക്ക് വരാറുള്ളൂ കേട്ടോ. അപ്പോൾ പത്തിരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ സ്നാക്സിനുള്ള ഓരോന്നായിട്ട് ചെയ്യണം. അപ്പം മുട്ട ബജി ഉണ്ട്, പിന്നെ സമൂസ, ചിക്കൻ റോൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, എല്ലാം കുറേശ്ശെ ആയിട്ട്. പിന്നെ കൂടുതൽ പേരൊന്നും ഈ ഒരു ഇഫ്താർ പാർട്ടിക്ക് ഇല്ല കേട്ടോ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇവിടെ ഓരോന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഉമ്മ തരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്നാക്സിനുള്ളതെല്ലാം ആക്കി വെച്ചതിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ റോൾ ചെയ്തിട്ടുള്ളത് മറ്റേ ഡോണറ്റിൻ്റെ ഡോ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കൂടുതൽ ടൈം വെക്കാൻ കഴിയില്ല, ഓവറായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ചിക്കൻ റോളൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുട്ട ബജി ചെയ്തതിൽ കുറച്ച് മാവ് ബാക്കിയുള്ളതിൽ കുറച്ചുകൂടി കൊക്കവട പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 ഐറ്റംസാണ് പൊരിക്കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ജ്യൂസും കാര്യങ്ങളും. പിന്നെ നമുക്ക് കുറച്ച് തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ ഉള്ള വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആണുങ്ങൾക്കായിട്ട് നമ്മൾ ടേബിൾ ഹാളിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ കിച്ചണിൻ്റെ അപ്പുറത്തായിട്ടൊരു ടേബിളിൻ്റെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡ് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ തറാവി നിസ്കരിക്കണതിൻ്റെ മുന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ളവർക്കൊക്കെ പോകാമല്ലോ, അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ, നാത്തൂനും അതുപോലെ നാത്തൂൻ്റെ അളിയനും പിന്നെ മൂത്തച്ഛനും പിന്നെ എൻ്റെ ഉപ്പ, അങ്ങനെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആണുങ്ങൾ ഇവർക്കൊക്കെ തിരക്കുണ്ട്, ഇവർക്കൊക്കെ തറാവി നിസ്കരിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് വിളമ്പിയിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇവർക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മയങ്ങിയിട്ടുണ്ട് കേട്ടോ, ആണുങ്ങളൊക്കെ. അവർക്കൊക്കെ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് ആ ഒരു സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചോദിക്കാൻ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്